കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 931. സൂറത്തു ഫുസ്സിലത്ത് ആയത്തുകൾ 30 മുതൽ 54 വരെ, പേജ് നമ്പർ 1673. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير إن الذين كفروا بالذكر لما جاءهم وإنه لكتاب عزيز لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد ما يقال لك إلا ما قد قيل للرسل من قبلك إن ربك لذو مغفرة وذو عقاب أليم ولو جعلناه قرآنا أعجميا
لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد إليه يرد علم الساعة وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق أولم يكف بربك أنه على كل شيء شهيد ألا إنهم في مرية من لقاء ربهم ألا إنه بكل شيء محيط. ഉമർ മൗലവിയുടെ റഹിമഹുള്ള തർജമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 932 സൂറത്തു ഫുസ്സിലത്ത് ആയത്ത് 30 പേജ് നമ്പർ 1673. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നെ ചൊവ്വിന് നിൽക്കുകയും ചെയ്തതാരോ അവർ. സത്യനിഷേധികളുടെ വിവിധ അവസ്ഥകളെപ്പറ്റിയാണ് ഇതുവരെ വിവരിച്ചത്. ഇനി സത്യവിശ്വാസികളെപ്പറ്റി പ്രസ്താവിക്കുന്നു. റബ്ബ് അള്ളാഹുവാണെന്ന് പറയുക എന്ന് വെച്ചാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ഏർപ്പെടുത്തി തരികയും ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയുക. പിന്നെ ചൊവ്വിന് നിൽക്കുക, റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക, അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. റബ്ബ് അള്ളാഹുവാണെന്ന് സമ്മതിക്കുകയും റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കലും ആരാധിക്കലും ചൊവ്വുകേടാകുന്നു. അപ്പോൾ മക്ക മുശ്രിക്കുകളും നമ്മുടെ സമുദായത്തിലെ ഒരു വിഭാഗവും ചൊവ്വുകെട്ടവരാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അത് തുറന്നു പ്രഖ്യാപിക്കുക, അതിൻ്റെ താല്പര്യമനുസരിച്ച് നിർമാർഗത്തിൽ ജീവിക്കുക എന്ന് ചുരുക്കം. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ്
റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അവിടുത്തേക്ക് ശേഷം മറ്റാരോടും ഞാൻ ചോദിച്ചറിയേണ്ടി വരാത്ത ഒരു വാക്ക് ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. തിരുമേനി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നു നീ പറയുക. പിന്നീട് നീ ചൊവ്വേ നിലകൊള്ളുക. പിന്നീട് അദ്ദേഹം താൻ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. തിരുമേനി നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് എന്ന് ഉത്തരം പറഞ്ഞു. മുസ്ലിം 38, ഇബ്നു മാജ 32:8. തതനസ്സലു അലൈഹിമുൽ മലായികതു, മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങുന്നതാകുന്നു. അല്ലാ തഖാഫു വലാ തഹ്സനു, അതായത് നിങ്ങൾ ഭയപ്പെടുകയോ വ്യസനിക്കുകയോ വേണ്ട. വഅബ്ശിറു ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം കൈക്കൊള്ളുക. കഴിഞ്ഞു പോയതിനെപ്പറ്റി വിഷമിക്കലാണ് ദുഃഖം, വരാൻ പോകുന്നതിനെ പറ്റിയുള്ളതാണ് ഭയം. ഇത് രണ്ടും വേണ്ടതില്ല എന്നർത്ഥം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർക്കുള്ള പദവിയാണിത്. ഖുർആനിൽ അനേകം ആയത്തുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ലഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ എന്ന്. ഖുർആനിൽ അല്പമൊന്ന് പരിശോധിച്ചാൽ ഈ വിഷയം വിശ്വാസികൾക്ക് വ്യാപകമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കാണാം. വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പ്രത്യേകതകളുള്ള ഒരു ഉന്നത വിഭാഗത്തിനല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയ എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ. ഔലിയ എന്ന പദത്തിന് ഇഷ്ടക്കാർ എന്നും മിത്രങ്ങൾ എന്നും അർത്ഥം പറയാം. ഇതിൻ്റെ വിപരീത അർത്ഥം അഅദാ എന്നാണ്, അർത്ഥം ശത്രുക്കൾ എന്നും. ഇതിന് ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ നിബന്ധന ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും അതനുസരിച്ച് ചൊവ്വിന് നിൽക്കുകയുമാണ്. അതായത് മുഅ്മിനീങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ഔലിയ ആണ്, അള്ളാഹുവിൻ്റെ മിത്രങ്ങളാണ്. എന്നാൽ അതിൽ ഈമാനിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അള്ളാഹുവിനോട് കൂടുതൽ സാമീപ്യം സിദ്ധിച്ചവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. ആ പറഞ്ഞതിന് ഇക്കാര്യം ഈ വിശദീകരിച്ചത് എതിരല്ല. ആയത്ത് 31, പേജ് നമ്പർ 1674. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിലും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. മരണസമയത്തും ഖബറിലും പുനരുത്ഥാന സമയത്തും മലക്കുകൾ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കും. നിങ്ങളുടെ കൂട്ടുകാരും സഹായികളുമായിരുന്നു ഇതുവരെ ജീവിതത്തിൽ. ഈ മൈത്രി ബന്ധവും സമ്പർക്കവും നേരിൽ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴിതാ ആ സമ്പർക്കം തുടങ്ങാൻ പോകുന്നു. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരും വേണ്ടപ്പെട്ടവരുമായ ആളുകളിൽ നിന്ന് വേർപെടുന്നതിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ശേഷം അവരുടെയൊക്കെ സ്ഥിതി എന്താകുമെന്ന് ഭയപ്പെടുകയും വേണ്ട. വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. വലക്കും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അത് നിങ്ങൾക്കവിടെയുണ്ട്. ആയത്ത് 32. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിങ്കിൽ നിന്നുള്ള സൽക്കാരം. ആയത്ത് 33. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് ക്ഷണിച്ചവനേക്കാൾ അതിവിശിഷ്ടമായ നല്ല വാക്ക് പറയുന്നവൻ ആര്? വഅമില സ്വാലിഹൻ, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് അവൻ പറയുകയും ചെയ്തു. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിനെ ഭയപ്പെടുകയും മുസ്ലിമാണെന്ന് അറിയിക്കാതിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത് വലിയ ഭീരുത്വമാണ്. മുസ്ലിം എന്നത് താഴ്ന്ന ഒരു സ്ഥാനമല്ല, ഈ ലോകത്ത് അത്യുന്നതമായ പദവിയാണത്. മുസ്ലിം എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ആത്മാർപ്പണം ചെയ്തവൻ എന്നാണ്. അള്ളാഹു ഈ ലോകം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു, സംവിധാനിച്ചു, ഭംഗിയായി മേൽനോട്ടം വഹിക്കുന്നവനാണ്. എല്ലാ മഹത്വത്തിൻ്റെയും ഉടയവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് ആത്മാർപ്പണം എന്നത് അത്യുന്നതമായ ശ്രേഷ്ഠത തന്നെയാണ്. ആർപ്പണം അംഗീകരിക്കപ്പെട്ടവൻ അതുല്യനായ മഹാഭാഗ്യവാനാണ്. തുറന്നു പറയാൻ പിന്നെ എന്തിനു മടിക്കണം? ചിലർക്ക് അത് കേട്ടിട്ട് ദേഷ്യം പിടിക്കും. അവരുടെ ദേഷ്യത്തിന് യാതൊരു ന്യായീകരണവുമില്ല. ഈ ആയത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞത്. 1, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, തൗഹീദിലേക്കും ഇസ്ലാമിലേക്കുമുള്ള പ്രചാരണം നടത്തുക. 2, സൽക്കർമ്മം ചെയ്യുക, പ്രചാരകൻ മാതൃകായോഗ്യനായിരിക്കണം, സൽക്കർമ്മങ്ങൾ ജീവിതത്തിലുണ്ടാകണം. 3, താനൊരു മുസ്ലിമാണ്, സൃഷ്ടാവായ അള്ളാഹുവിന് സ്വയം അർപ്പിച്ചവനാണ് എന്ന കാര്യം തുറന്നു പറയുകയും വേണം. ഈ 3 കാര്യങ്ങളും അനുഷ്ഠിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യമാണ്. ലോകത്ത് പല സംഗതികളിലും ഏർപ്പെടുന്നുണ്ട്, മഹാകാര്യങ്ങളാണവ എന്നവർ ധരിക്കുന്നു.
യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തായ കാര്യം മേൽ ചൂണ്ടിക്കാണിച്ചതാണ്. ആയത്ത് 34, പേജ് നമ്പർ 1675. വല തസ്തവിൽ ഹസനതു വല സയ്യിഅ, നല്ലതും ചീത്തയും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു, ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ, അപ്പോൾ നീയുമായി ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്നവരതാ കഅന്നഹു വലിയ്യുൻ ഹമീം, ഒരാത്മബന്ധുവിനെ പോലെയായിത്തീരുന്നു. ആയത്ത് 35. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു, സഹിക്കുന്നവർക്ക് മാത്രമേ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുള്ളൂ. വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം, ഭാഗ്യവാന്മാരായിട്ടുള്ളവർക്ക് മാത്രമേ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുള്ളൂ. നന്മക്ക് അതിൻ്റേതായ നല്ല ഗുണങ്ങളും തിന്മക്ക് അതിൻ്റേതായ ചീത്തവശങ്ങളുമുണ്ട്. തിന്മ കൊണ്ട് നന്മയുണ്ടാക്കാനാവില്ല. ഒരു തിന്മ അനേകം തിന്മകൾക്ക് വഴിവെക്കും. എന്നാൽ ഒരു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അത്യുത്കൃഷ്ടമായ സംഗതിയത്രേ. വളരെ നയത്തിലായിരിക്കണം അത് പ്രയോഗിക്കേണ്ടത്. നല്ല വാക്ക്, വിട്ടുവീഴ്ച, മാപ്പ്, സൗമനസ്യപൂർവമായ പെരുമാറ്റം, സഹായം ചെയ്യൽ, പ്രതികാരം ഉപേക്ഷിക്കൽ, ഇതൊക്കെ അതിനുള്ള മാർഗങ്ങളാണ്. അപ്പോഴാണ് ശത്രുക്കൾ മിത്രങ്ങളായി തീരുക. എന്നാൽ സാധാരണ സംഭവിക്കുന്നത് എന്താണ്? തിന്മക്ക് പകരം അതുപോലെയോ അതിനേക്കാൾ മോശപ്പെട്ടതോ ആയ തിന്മ ചെയ്യുക. ഒരു തിന്മക്ക് പകരം അനേകം തിന്മ ചെയ്യുക. നന്മ ചെയ്തവരോട് പോലും തിന്മ ചെയ്യുക. ഇതൊക്കെയാണ് നാം കണ്ടുവരുന്നത്. ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് തിന്മ ചെയ്തവനോട് നന്മ ചെയ്യണമെങ്കിൽ ആദ്യം പ്രതികാര ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് ആ സ്ഥാനത്ത് നന്മ ചെയ്യാൻ തീരുമാനിക്കണം. വളരെ പ്രയാസമുള്ള കാര്യമാണത്. വലിയ മനസ്സിൻ്റെ ഉടമയായിരിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഇപ്രകാരം പറയുന്നത്. അസാമാന്യ ക്ഷമയും ഭാഗ്യവുമുള്ളവനെ ഇപ്രകാരം ചെയ്യാൻ കഴിയും. മഹാഭാഗ്യവാനെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുള്ളൂ. ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ്: ഇങ്ങോട്ട് ചെയ്തതുപോലെ അങ്ങോട്ടും അതിന് സമമായി പ്രവർത്തിക്കുന്നവനല്ല ബന്ധം പാലിക്കുന്നവൻ. എന്നാൽ തന്നോടുള്ള ബന്ധം മുറിക്കപ്പെട്ടാൽ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ് ബന്ധം പാലിക്കുന്നവൻ. ആയത്ത് 36. ചെകുത്താനിൽ നിന്ന് നിനക്ക് വല്ല ദുഷ്പ്രേരണയും ഉണ്ടായാൽ ഫസ്തഇദ് ബില്ലാഹ്, അല്ലാഹുവിൽ നീ ശരണം തേടുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയമായും അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടുവാൻ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക മാത്രമേ പരിഹാരമുള്ളൂ. എന്ത് കാര്യമായാലും ഒരു ആത്മപരിശോധന, പുനരാലോചന നടത്തുകയും അല്ലാഹുവിൻ്റെ കാവലിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ധൃതി പിടിച്ചുള്ള പ്രവർത്തികൾ ഒഴിവാക്കുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 933, സൂറത്ത് ഫുസ്സിലത്ത്, ആയത്ത് 37, പേജ് നമ്പർ 1676. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, രാവും പകലും സൂര്യനും ചന്ദ്രനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും സുജൂദ് ചെയ്താൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദ് പൊളിഞ്ഞു. ഈ ആയത്തിൽ ഖലഖഹുന്ന എന്ന പദത്തിൽ ബഹുവചനമാണ് ഉപയോഗിച്ചത്. ഒരു സൂര്യനും ഒരു ചന്ദ്രനുമാണെങ്കിൽ ദ്വിവചനം ഉപയോഗിച്ചാൽ മതിയാകും. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെ ചുറ്റിത്തിരിയുന്ന അനേകം ഉപഗ്രഹങ്ങൾ, ചന്ദ്രന്മാരുണ്ട്. സൗരയൂഥത്തിൽ തന്നെ 170ഓളം ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യനെ പോലെ കോടിക്കണക്കിന് സൂര്യന്മാരെ അഥവാ നക്ഷത്രങ്ങളെ ടെലസ്കോപ്പുകളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഖുർആൻ അവതരിച്ച 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവയെല്ലാം കണ്ടെത്തിയത്. അനേകം സങ്കീർണമായ പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക് യന്ത്രമോ കണ്ടാൽ അതിൻ്റെ നിർമ്മാതാവിനെയാണ് അഭിനന്ദിക്കേണ്ടത്, ആ വസ്തുവിനെയോ ഉപകരണത്തെയോ അല്ല. പ്രപഞ്ചത്തിൽ അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ സംവിധാനിച്ചൊരുക്കിയ സൃഷ്ടികർത്താവായ അല്ലാഹുവിനെയാണ് മനുഷ്യർ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. ആയത്ത് 38. ഫൈനിസ്തക്ബറു, എന്നാൽ അവർ അഹങ്കാരം നടിക്കുന്ന പക്ഷം ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ, എന്നാൽ നിന്റെ റബ്ബിൻ്റെ അടുക്കൽ രാവും പകലും മലക്കുകൾ
അള്ളാഹുവിന് സ്തോത്രം ചെയ്യുന്നു. വഹും ലാ യസ്അമൂൻ, അവരാകട്ടെ മടി കാണിക്കുകയില്ല. വിനയവും താഴ്മയുമുള്ളവനെ ആരാധനകൾ അള്ളാഹുവിന് അർപ്പിക്കാൻ കഴിയും. അഹങ്കാരമുള്ളവന് അതിന് സാധ്യമാവില്ല. അവൻ അഹങ്കാരം നടിച്ചാൽ അള്ളാഹുവിന് ഒരു നഷ്ടമോ കുറവോ വരാനുമില്ല. രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഉത്കൃഷ്ടരായ മലക്കുകൾ എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കേണ്ട. നിരന്തരമായി ചെയ്യുമ്പോൾ അലസത വരാത്തവരാണവർ. ആയത്ത് 39. വമിൻ ആയാതിഹി അന്നക തറൽ അർദ ഖാശിഅതൻ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഭൂമിയെ അടങ്ങിയതായി നീ കാണരുത്. പേജ് നമ്പർ 1677. فإذا أنزلنا عليها الماء اهتزت وربت, അതിൻ്റെ മേൽ നാം വെള്ളം ഇറക്കുമ്പോൾ അതിന് ചലനമുണ്ടാക്കുകയും വളരുകയും ചെയ്യുന്നു. ഇതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗതാ, നിശ്ചയമായും അതിനെ ജീവിപ്പിച്ചവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ തന്നെയാകുന്നു. ഭൂമിയിൽ മഴ പെയ്താൽ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. ഒരു വിത്ത് മുളക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. മുളക്കും വരെ ആ വിത്തുകൾ എവിടെയായിരുന്നു? ഉണങ്ങി വരേണ്ട മണ്ണിനിടയിൽ കിടന്ന വിത്തുകളെ ജീവിപ്പിച്ചതാരാണ്? അള്ളാഹുവാണ് അവയെ മുളപ്പിച്ചു വളർത്തുന്നവൻ. അതുപോലെ തന്നെയാണ് മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കുന്നതും. മരണപ്പെട്ട് മണ്ണോട് ചേർന്ന മനുഷ്യ ശരീരങ്ങളെ രണ്ടാമതും ജീവിപ്പിക്കും. ഉണങ്ങി വരേണ്ട മണ്ണിൽ മഴ പെയ്ത് വിത്തുകൾ മുളച്ചു വരുന്നത് പോലെ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. ആയത്ത് 40. ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിനാ, നിശ്ചയമായും നമ്മുടെ ആയത്തുകളിൽ കൃത്രിമം ചെയ്യുന്നതാരോ അവർ ലാ യഖ്ഫൗന അലൈനാ, അവർ നമ്മിൽ നിന്നൊരിക്കലും മറഞ്ഞു പോവുകയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവരെ പിടികൂടാൻ നിഷ്പ്രയാസം നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ വചനങ്ങളിൽ കൃത്രിമം ചെയ്യുന്നവർക്ക് യാഥാർത്ഥ്യത്തിന് മേലെ മറയിടുകയാണല്ലോ ചെയ്യുന്നത്. സത്യം അവർ മറച്ചു വെക്കുന്നു, അസത്യത്തെ സത്യത്തിൻ്റെ മേൽ പുറത്തുവിടുന്നു. ജനങ്ങൾ സത്യമെന്ന് ധരിച്ച് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒളിച്ചുകളി നടത്താൻ നമ്മെ സംബന്ധിച്ച് അവർക്ക് സാധ്യമല്ല. അസത്യപൂർണമായ ആശയങ്ങൾ സത്യമെന്ന് ജനങ്ങൾ ധരിച്ചു വശാകാൻ തക്കവണ്ണം ഭംഗിയുള്ള വിവരണങ്ങളുമായി വിവരിക്കുന്നവർ ഏറെയുണ്ട്. മതാശയങ്ങളിൽ ഈ പ്രവണത കക്ഷികളും വ്യക്തികളും നിർബാധം നടത്തി വരുന്നുണ്ട്. നേർച്ചക്കാരോട് പ്രാർത്ഥിക്കൽ അല്ലാഹു അനുവദിച്ച പുണ്യകർമ്മമാണെന്ന് പ്രചരിപ്പിക്കുന്നവർ അനിസ്ലാമിക ഭരണകൂടങ്ങളെ അനുസരിക്കുന്ന വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് സമർത്ഥിച്ച് നടക്കുന്നവർ, ഖുർആനിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്, അതിനാൽ ഹദീസുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ ഇങ്ങനെ ധാരാളമുണ്ട്. ഇത്തരക്കാരെ അല്ലാഹു ഒരിക്കലും മറന്നു കളയുകയില്ല. അവർ അർഹിക്കുന്നതെന്തോ അതവർക്ക് കൃത്യമായി നൽകപ്പെടും. അഫമയ്യുൽഖാ ഫിന്നാരി ഖൈറുൻ, നരകത്തിൽ എറിയപ്പെടുന്നവനോ ഉത്തമൻ, അമ്മയ്യതി ആമിന യൗമിൽ ഖിയാമ, അഥവാ ഖിയാമത്ത് നാളിൽ നിർഭയനായ അവസ്ഥയിൽ ഹാജരാക്കപ്പെടുന്നവനോ. യൗമരു മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. ഇന്നഹു ബിമാ തഅമലൂന ബസ്വീർ, നിശ്ചയമായും അവൻ നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാകുന്നു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 934, സൂറത്ത് ഫുസ്സിലത്ത്, ആയത്ത് നമ്പർ 41, പേജ് നമ്പർ 1678. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും, ഈ സന്ദേശം അവർക്ക് ലഭിച്ചപ്പോൾ അതിൽ നിഷേധിച്ചവരാരോ അവർ മഹാനഷ്ടക്കാരാകുന്നു. വ ഇന്നഹു ലകിതാബുൻ അസീസ്, നിശ്ചയമായും ഇത് അജയ്യമായ ഒരു ഗ്രന്ഥം തന്നെയാകുന്നു. ആയത്ത് 42. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അഗാധജ്ഞനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണിത്. നിരർത്ഥകമായതോ അസത്യമോ അന്യായമോ ആയ ഒരു കാര്യവും ഈ ഗ്രന്ഥത്തിലില്ല. മറിച്ച് സത്യസമ്പൂർണവും കാര്യമാത്ര പ്രസക്തവുമാണ് ഇതിലുള്ള വിഷയങ്ങൾ. എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും പ്രസക്തവും പ്രായോഗികവുമാണവ. ഇഹപര വിജയത്തിനുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ആയത്ത് 43. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ള ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും നിന്നോട് പറയപ്പെടുകയില്ല. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ വദൂ ഇഖാബിൻ അലീം, നിശ്ചയമായും നിന്റെ റബ്ബ് പുറത്തു കൊടുക്കുന്നവനും വേദനയേറിയ ശിക്ഷ നടത്തുന്നവനുമാകുന്നു. ശത്രുക്കളുടെ എതിർപ്പുകളെ വിഷമിക്കേണ്ടതില്ലെന്ന് പ്രവാചകനെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അവരുടെ ജനതകളിൽ നിന്നുണ്ടായ എതിർപ്പുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ദുർന്യായങ്ങളുമാണ് ഇവിടെയും. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്
അവൻ പുറത്തു കൊടുക്കും. ദുർമാർഗത്തിൽ ഉറച്ചു നിന്നവരെ കഠിനമായി ശിക്ഷിക്കും. ആയത്ത് 44. വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ്യൻ, അതിനെ നാം ഒരു അനറബി ഖുർആൻ ആക്കിയിരുന്നെങ്കിൽ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതുഹു, അതിലെ ആയത്തുകൾ വിശദീകരിക്കപ്പെടാത്തതെന്ത് എന്നവർ പറയുമായിരുന്നു. അഅ്ജമിയ്യും വഅറബിയ്യുൻ, അനറബി ഖുർആനും അറബിയായ പ്രവാചകനുമോ. പേജ് നമ്പർ 1679. എന്തുകൊണ്ട് ഖുർആൻ അറബി ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചു? മറ്റേതെങ്കിലും ഭാഷയിലായിക്കൂടായിരുന്നോ? നിഷേധികളുടെ ഒരാക്ഷേപമായിരുന്നു ഇത്. അങ്ങനെ അനറബി ഭാഷയിൽ ഖുർആൻ അവതരിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ അവൾ പറയും, ഇതെന്താണ്, പ്രവാചകൻ അറബിയാണ്, ഞങ്ങളും അറബികൾ, ആ സ്ഥിതിക്ക് ഖുർആൻ എങ്ങനെ അനറബി ഭാഷയിൽ അവതരിക്കും എന്നാണ് അവർ പറയുക. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ, പറയുക, വിശ്വാസികളായിട്ടുള്ളവർക്ക് അത് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു. അവർക്ക് ഗുണകരമായിട്ടുള്ളതും അവരുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക് ശമനൌഷധവുമാകുന്നു. സംശയം, പക, അസൂയ, അഹങ്കാരം, വിശ്വാസവൈകല്യം, കാപട്യം തുടങ്ങിയ രോഗങ്ങളെ ഇല്ലാതാക്കാനും ഖുർആൻ ശരിക്ക് പഠിക്കുകയും ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ. വല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരാകട്ടെ, ഫീ ആദാനിഹിം വഖ്റുൻ, അവരുടെ കാതുകളിൽ ഒരുതരം ഭദ്രതയുണ്ട്, വഹുവ അലൈഹിം അമ, അത് അവരുടെ മേൽ ഒരു അന്ധതയുമാകുന്നു. ഉലൈക യുനാദൂന മിൻ മകാനിൻ ബഈദ്, ഒരു വിദൂര സ്ഥലത്ത് നിന്ന് അവർ വിളിക്കപ്പെടുകയാണ്. എത്ര വിളിച്ചിട്ടും ഫലമില്ല, അവർ കേൾക്കുകയില്ല എന്ന് സാരം. കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർ തയ്യാറില്ല. ആയത്ത് 45. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫഖ്തുലിഫ ഫീഹി, മൂസാക്ക് നാം വേദം കൊടുത്തു, എന്നിട്ട് അതിലും ഭിന്നാഭിപ്രായമുണ്ടായി. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും, നിന്റെ റബ്ബിങ്കൽ നിന്നൊരു വാക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ വിധിക്കപ്പെടുമായിരുന്നു. വഇന്നഹും ലഫി ശക്കിൻ മിൻഹു മുരീബ്, നിശ്ചയമായും അവർ അതിനെക്കുറിച്ച് ചഞ്ചലിപ്പിക്കുന്ന സംശയത്തിൽ തന്നെയാകുന്നു. ഭൗതിക ജീവിതത്തിൽ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്കുള്ള ശിക്ഷ പരലോകത്ത് വെച്ചാണ് നൽകുക എന്ന നിശ്ചയത്തെക്കുറിച്ചാണ് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള വാക്ക് എന്ന് പറഞ്ഞത്. ആയത്ത് 46. മൻ അമില സ്വാലിഹം ഫലിനഫ്സി, ഏതൊരുവൻ വല്ല പുണ്യവും ചെയ്താൽ അതിൻ്റെ ഗുണം അവൻ്റെ സ്വന്തത്തിന് തന്നെയാകുന്നു. പേജ് നമ്പർ 1680. വമൻ അസാഅ ഫഅലൈഹ, ഏതൊരുവൻ വല്ല തിന്മയും പ്രവർത്തിച്ചാൽ അത് അവൻ്റെ സ്വന്തത്തിന് തന്നെ ദോഷമാകുന്നു. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ റബ്ബ് അടിമകളോട് ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല. ആയത്ത് 47. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഹ്, ആ അന്ത്യസമയത്തിൻ്റെ അറിവ് നിന്റെ റബ്ബിൻ്റെ അടുക്കലേക്കാകുന്നു മടക്കപ്പെടുന്നത്. ലോകാവസാനമെന്ന അന്ത്യസമയമാണ് ഉദ്ദേശ്യം. അതെപ്പോഴാണെന്ന് അള്ളാഹു ഒഴികെ മറ്റാർക്കും അറിയില്ല. ദൈവദൂതന്മാർക്കോ മലക്കുകൾക്കോ ഇതര സൃഷ്ടികൾക്കാർക്കും അറിയില്ല. മലക്കുകളിൽ അത്യുന്നത സ്ഥാനത്തുള്ള ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടവനും ചോദിച്ചവനും അക്കാര്യം അറിയില്ല എന്നാണ് പറഞ്ഞത്. മുസ്ലിം 102, നസായി 4991. വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ, പഴവർഗ്ഗത്തിൽ ഒന്നും അതിൻ്റെ കൂമ്പിൽ നിന്ന് അത് പുറത്തു വരുന്നില്ല. വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി, യാതൊരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല അവൻ്റെ അറിവോട് കൂടിയല്ലാതെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു എന്നത് വിശ്വാസ കാര്യങ്ങളിൽ പെട്ടതാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ചെറിയതും സൂക്ഷ്മവുമായ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നില്ല, മൊത്തത്തിലുള്ള അറിവേ ഉള്ളൂ എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. വയൗമ യുനാദിഹിം ഐന ശുറക്കായി, എൻ്റെ പങ്കാളികളെ എവിടെ എന്ന് അള്ളാഹു അവരെ വിളിച്ച് ചോദിക്കുന്ന ദിവസം. ഖാലു ആദന്നാക മാ മിന്നാ മിൻ ഷഹീദ്, അവർ പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് യാതൊരു സാക്ഷിയുമില്ലെന്ന് നിന്നെ ഞങ്ങളിതാ അറിയിക്കുന്നു. ആയത്ത് 48. മുമ്പ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങൾ അവരെ വിട്ടു പോകുകയും ചെയ്തു. ഒരഭയ സങ്കേതവും തങ്ങൾക്കില്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. മുമ്പ് ഞങ്ങൾ അവരെ തെറ്റായ നിലക്ക് പങ്കുകാരാക്കിയിരുന്നു. ഞങ്ങളിപ്പോൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഞങ്ങൾ അതിന് ഇപ്പോൾ സാക്ഷ്യം നൽകുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. ഈ പറയുന്നത് തന്നെ കളവായി പറയുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അവരെ ഇപ്പോൾ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് വ്യാഖ്യാനിച്ചവരും ഉണ്ട്. പേജ് നമ്പർ 1681.
ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈരി, നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് മനുഷ്യൻ മടുക്കുകയില്ല. അതായത് നന്മ ലഭിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും മതിയാകില്ല. ധനം, ആരോഗ്യം, സൗഖ്യം, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ആശിച്ചുകൊണ്ടേയിരിക്കും. അതിനായി പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യന് സ്വർണത്തിൻ്റെ 2 താഴ്വരകൾ ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാമത്തേതിനും അവൻ വ്യാമോഹിക്കുന്നതാണ്. മനുഷ്യൻ്റെ വയറ് മണ്ണുകൊണ്ടല്ലാതെ നിറയുകയില്ല. ബുഖാരി 64:39, മുസ്ലിം 18:13. മരിക്കുന്നത് വരെ അത്യാഗ്രഹങ്ങളുമായി അവൻ കഴിഞ്ഞുകൂടും. എന്നാൽ എന്തെങ്കിലും ഒരു വിഷമമോ ബുദ്ധിമുട്ടോ ബാധിച്ചാൽ അവൻ നിരാശാഭരിതനും അക്ഷമനുമായി തീരുന്നു. ഇനി അതിനുശേഷം വിഷമം നീങ്ങി സന്തോഷമായാൽ അതിന് നന്ദി കാണിക്കുന്നതിന് പകരം അഹംഭാവം നടിക്കുകയാണ് ഉണ്ടാകുക. തൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറയും. തിന്മ അവനെ ബാധിച്ചാൽ കനൂത്ത്, അവൻ മടുത്തവനും മഹാനിരാശനുമായി തീരും. മനുഷ്യൻ്റെ പൊതു സ്വഭാവം ചൂണ്ടിക്കാണിക്കുകയാണ്. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ദൈവത്തെ ഓർക്കും. വിഷമം നീങ്ങിക്കിട്ടാൻ നിരന്തരമായി അവൻ പ്രാർത്ഥിക്കും. വിഷമം നീങ്ങിയാൽ പിന്നെ ദൈവസ്മരണയൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഒരു വിഷമം ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു എന്ന മട്ടിലും അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ലായിരുന്നു എന്ന രൂപത്തിലും അവൻ നടക്കും. ആയത്ത് 50. അവനെ ബാധിച്ച ദുരിതത്തിന് ശേഷം നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം അവനെ അനുഭവിപ്പിച്ചാൽ അവൻ പറയുക തന്നെ ചെയ്യും, ഇതെനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അന്ത്യസമയം നിലവിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ റബ്ബിങ്കിലേക്ക് ഞാൻ മടക്കപ്പെട്ടാൽ അവൻ്റെ അടുക്കൽ തീർച്ചയായും എനിക്ക് നല്ല അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിഷേധികളായിട്ടുള്ളവരോട് അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി നാം പറഞ്ഞു ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. കഠോരമായ ശിക്ഷയിൽ നിന്ന് അവരെ നാം ആസ്വദിപ്പിക്കുന്നതുമാകുന്നു. പേജ് നമ്പർ 1682. പല ആളുകളുടെയും വിചാരം അങ്ങനെയാണ്. ചിലരത് പറയുക തന്നെ ചെയ്യും. ഞാനിവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല നിലയിൽ ജീവിക്കുന്നു, ഇനി മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെയും മോശമല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയായിരിക്കും എനിക്കുണ്ടാവുക എന്നാണ് ഇവരുടെ വ്യാമോഹം. പരലോകത്ത് നിഷേധിക്കുന്നവർക്ക് പരലോകത്ത് കഠിന ശിക്ഷയാണ് ഉണ്ടായിരിക്കുക എന്ന് താക്കീത് നൽകുകയാണ് ഖുർആൻ. ആയത്ത് 51. മനുഷ്യന് നാം അനുഗ്രഹം നൽകിയാൽ അവൻ പിന്തിരിഞ്ഞു കളയും, അവൻ തൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. തിന്മ അവനെ ബാധിക്കുമ്പോൾ അവൻ നീണ്ട പ്രാർത്ഥനക്കാരനാകും. ആയത്ത് 52. പറയുക, നിങ്ങളുടെ അഭിപ്രായമുണ്ട്, അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതായിരിക്കുകയും പിന്നെ നിങ്ങളതിൽ അവിശ്വസിക്കുകയും ചെയ്താൽ കഠിനമായ മത്സര്യത്തിൽ അകപ്പെട്ടവരെക്കാൾ വഴിതെറ്റിയവർ ആരാണ്? മുഴുവൻ മനുഷ്യരാശിക്കുമായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചിന്തിച്ചു മനസ്സിലാക്കുന്ന ഏതൊരുവനും അതിൻ്റെ ഉടയവൻ അള്ളാഹുവാണെന്ന് ബോധ്യപ്പെടും. ഖുർആനിലെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിച്ചാൽ ഭൗതിക ലോകത്ത് തന്നെ അതിൻ്റെ സത്ഫലങ്ങൾ അനുഭവിക്കാം. ഇഹപര വിജയത്തിലെത്താമെന്നർത്ഥം. പരലോക വിജയമാണ് അടിസ്ഥാന വിജയം. എന്നിട്ട് അതിൽ വിശ്വസിക്കാതെ നിഷേധിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ മറ്റാര്? ആയത്ത് 53. നാനാഭാഗങ്ങളിൽ നിന്നും അവരുടെ സ്വന്തത്തിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം കാണിച്ചു കൊടുക്കുന്നതാകുന്നു. അതുതന്നെയാണ് സത്യം എന്ന് അവർക്ക് ബോധ്യപ്പെടത്തക്കവണ്ണം. ഖുർആൻ തന്നെയാണ് സത്യം, അതിനെതിരായിട്ടുള്ളതൊന്നും സത്യമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ബോധ്യം വരാൻ തക്കവണ്ണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മനുഷ്യരുടെ സ്വന്തത്തിലും അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ കാണിക്കും. ധാരാളം അപ്രകാരം കണ്ടു കഴിഞ്ഞു. സനുരീഹിം എന്ന ഇതിനർത്ഥം വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണല്ലോ. ഖുർആന്റെ ആധികാരികത ബോധ്യപ്പെടുത്താൻ തക്കവണ്ണം ശാസ്ത്രീയവും ചരിത്രപരവുമായ കണ്ടുപിടുത്തങ്ങൾ പിൽക്കാലത്ത് വരാൻ പോകുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത്. ഖുർആൻ പരാമർശിച്ച മനുഷ്യ പ്രവർത്തനങ്ങളുടെ റെക്കോർഡിംഗ്, സ്വർഗം, നരകം എന്നിവ പോലുള്ള കാര്യങ്ങൾ യുക്തിരഹിതമോ അസംഭവ്യമോ അല്ല എന്ന് ബോധ്യപ്പെടുത്താനുതകുന്ന അനേകം തെളിവുകൾ ആധുനിക ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ വാഹനത്തിൻ്റെ ചലനം പോലും കാണാൻ കഴിയുന്ന ശക്തിയേറിയ ഉപഗ്രഹ ക്യാമറകൾ, ഒരേ സമയം 10,000-കണക്കിന് മനുഷ്യർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കുന്ന മാസ്റ്റർ കമ്പ്യൂട്ടറുകൾ, ഇവയൊക്കെ ഇന്ന് ലഭ്യമാണ്. ഭൂമിയുടെ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ്. മനുഷ്യ ശരീരത്തിലുള്ള അനവധി ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഇവിടെ പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. അവയവങ്ങളിൽ ഓരോന്നും എന്തിനധികം കോശങ്ങൾ വരെ സൂക്ഷ്മമായ പഠനത്തിൽ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. പേജ് നമ്പർ 1683. അവലം യക്ഫി ബിറബ്ബിക, നിന്റെ റബ്ബ് തന്നെ പോരെ,
അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അവൻ എല്ലാ സംഗതിക്കും സാക്ഷിയാകുന്നു എന്നുള്ളത്. തന്നെ പോലെ ഖുർആൻ സത്യസമ്പൂർണമാണെന്ന് മനസ്സിലാക്കാൻ, ഈ ഖുർആൻ സത്യസമ്പൂർണമാണെന്നും സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥം അത് മാത്രമാണെന്നും കാലം കഴിയും തോറും കൂടുതൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. പ്രപഞ്ചത്തിൽ ആകാശത്തും ഭൂമിയിലും മനുഷ്യരിലും നിലകൊള്ളുന്ന അനവധി അത്ഭുത രഹസ്യങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ കാലത്തും അങ്ങനെ വെളിപ്പെടുത്തുന്ന സത്യങ്ങളിലൂടെ ഖുർആന്റെ സത്യത ബോധ്യമായി കൊണ്ടിരിക്കും. ഗവേഷണങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും അതാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 54, ആയത്ത് 54. അലാ ഇന്നഹും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം, ശ്രദ്ധിക്കുക, നിശ്ചയം അവർ അവരുടെ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയിൽ സംശയത്തിൽ തന്നെയാകുന്നു. അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്, ശ്രദ്ധിക്കുക, നിശ്ചയമായും അവൻ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തവനാകുന്നു. ഷൈ എന്ന വാക്ക് വസ്തു എന്നും വസ്തുത എന്നും അർത്ഥം പറയാം. എന്ന വാക്കിന് ഷെയ് എന്ന വാക്കിന് വസ്തു എന്നും വസ്തുത എന്നും അർത്ഥം പറയാം. ഇതുപോലുള്ള വചനത്തിന് ഈ രണ്ട് അർത്ഥവും പറയുന്നതിന് വിരോധമില്ല. എന്നാൽ അള്ളാഹു സർവ്വവ്യാപിയാണെന്നും എല്ലാ സ്ഥലങ്ങളിലും വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ സത്ത ലയിച്ചു കിടക്കുന്നുണ്ടെന്നും വാദിക്കുന്ന ഹിന്ദു പുരാണങ്ങളിലെ അദ്വൈതവാദം ഇസ്ലാമിൻ്റേതാണെന്ന് വാദിച്ചു നടക്കുന്ന ചിലർ ഈ സമുദായത്തിലുണ്ട്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഒരു കഥ പുരാണങ്ങളിലുണ്ട്, നരസിംഹന്റെ കഥ. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും ആരാധിക്കുവാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എല്ലാ വസ്തുക്കളിലും മനുഷ്യനും ദൈവം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന മൂഢവിശ്വാസമാണ്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വനവാസം നടത്തിയ സൂഫികൾ ഈ അന്ധവിശ്വാസം ഹിന്ദു മഹർഷിമാരിൽ നിന്നോ അവരുടെ പുരാണ കഥകളിൽ നിന്നോ പഠിക്കുകയും അതിൽ സൂഫികൾ ആകർഷിക്കപ്പെടുകയും ചെയ്തു. അലൽ ഹഖ്, ഞാൻ തന്നെ ദൈവം എന്ന് മന്ത്രിച്ചുകൊണ്ട് തപസ്സിരിക്കുന്ന സൂഫികളും അവരിൽ നിന്ന് ഉദ്ഭവിച്ച മുഴുവൻ തുരിക്കത്തുകളും പൈശാചിക വീതിയിലാണ്. നല്ല മനുഷ്യർ ചെന്ന് കയറാൻ ഇഷ്ടപ്പെടാത്ത പല സ്ഥലങ്ങളുമുണ്ടല്ലോ, മദ്യശാല, വിചാരശാല, ഇങ്ങനെ പലതും. നിർബന്ധിതാവസ്ഥയിൽ കയറേണ്ടുന്ന ഇടങ്ങളുമുണ്ട്, കക്കൂസ് പോലുള്ളവ. ഇവിടെയൊക്കെയും അള്ളാഹു കുടിയിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് വലിയ അക്രമം തന്നെ. അതിനാൽ മുഴുവൻ ത്വരീഖത്തുകളും ദുർമാർഗങ്ങളും പിശാച്ചിൻ്റെ വഴികളുമാകുന്നു. അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയും അറിവും കഴിവും എല്ലായിടത്തുമുണ്ട്. ഇതാണ് സത്യം.